ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഒരു 9 മണിയായിട്ടുള്ളൂ. ഇന്ന് നമ്മുടെ വീക്കെൻഡാണ്, ഫ്രൈഡേ. സോ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഫ്രൈഡേ ആസ് യൂഷ്വൽ ലേറ്റായിട്ട് എണീക്കാറുള്ളൂ. അങ്ങനെ ഇപ്പോൾ എണീറ്റിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോന്ന്. എങ്ങനെ ഇതുവരെ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നാണെങ്കിൽ മൂടൊക്കെ ഓക്കെ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നോക്കുമ്പോൾ ഞാനും ശ്രാവണോടെ തന്നെ കേട്ടു. അച്ഛനും അമ്മയും ജസ്റ്റ് നാട്ടിലൊന്ന് പോയിക്കുക ഫോർ ഫ്യൂ ഡേയ്സ്. നമ്മളും പോകാനുണ്ട്, ബട്ട് അവർ ഇച്ചിരി നേരത്തെ പോയി. അതുകൊണ്ട് നമ്മളോട് തന്നെ ഉള്ളൂ. അപ്പം ദിസ് ഈസ് നോട്ട് മൈ ഡേ ഇൻ മൈ ലൈഫ്, ദിസ് ഈസ് അവർ ഡേ ഇൻ മൈ ലൈഫ്. ശ്രാവൺ ഓൾസോ കൂടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യുന്നെന്ന് കണ്ടറിയാം ഗായ്സ്. ഓക്കെ, അപ്പോൾ പണികൾ അങ്ങനെ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമുക്ക് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പുറത്തേക്ക് പോകാം. അതായിരിക്കുമല്ലോ നല്ലത്. യാ, ഗുഡ് മോർണിംഗ് സാമി. ഞാൻ എണീക്കുന്നേക്കാളും ഒരു 5 മിനിറ്റ് മുന്നേ കേട്ടോ എണീറ്റത്. അതിൻ്റെ ഈ കാണുന്ന ഷോ അല്ലേ സാബി? ഓക്കെ, എണീക്കുമ്പോഴേ ചായയും കോഫിയൊന്നും കുടിക്കരുതെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് വെള്ളം കുടിച്ചിട്ട്, പിന്നെ ഞാൻ ചിയ സീഡ് സോക്ക് ചെയ്യാനിട്ടിട്ടാണ് ഫ്രഷ് ആവാനൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇറങ്ങി വരുമ്പോഴേ ചിയ സീഡ് കുടിക്കും. അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വെള്ളം കുടിച്ചു, ചിയ സീഡ് സോക്ക് ചെയ്യാനിട്ടു. ഇനിയും ടൈം ടു ഫ്രഷൻ അപ്പ്. എനിക്കിങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ നടക്കുന്നത് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പോയി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം ഗായ്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷായി കുളിച്ചു. കുളി കഴിയുമ്പോൾ ഞാൻ കുറച്ച് സ്കിൻ കെയർ ചെയ്യും കേട്ടോ. കാരണം എൻ്റെ ഫേസിനൊക്കെ, എൻ്റെ സ്കിന്നൊരു പ്രത്യേകതര സ്കിന്നാണ്. നമ്മൾ എന്തെങ്കിലും കഴിച്ച് അതിൻ്റെ എഫക്ട്സ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് കിട്ടും. ഇന്നലെ എന്തോ കഴിച്ചതിൻ്റെ ആയിരിക്കും ഇനി കുറച്ച് കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുഖത്ത്. സോ ഞാൻ വേഗം തന്നെ, എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇതിൽ ഭയങ്കര കോൺഷ്യസ് ആട്ടോ. സോ ഞാൻ വേഗം തന്നെ വന്ന് അതിനുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പിന്നെ നിങ്ങളവർക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാണോ വീട്ടിൽ നടക്കുന്നത്? ലിപ്സ്റ്റിക്കൊന്നും അല്ല കേട്ടോ, ഞാനൊരു ടിൻറ്റഡ് ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കളറും പിന്നെ കുറച്ച് പൗഡറും കുറച്ച് കണ്ണൊക്കെ എഴുതിയപ്പോഴത്തേക്ക് ഒരു മെനയൊക്കെ വന്നു എന്ന് തോന്നുന്നു. ഇന്നത്തെ അംഗംപെട്ട് തുടങ്ങുന്ന സമയം ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഷോർട്ട് കുളിക്കാൻ കയറിക്കുക. ഇത് മീൻ ടൈം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തായിരുന്നാണ്. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കുറച്ച് ബ്രെഡ് ടോസ്റ്റും കുറച്ച് എഗ്സും കുറച്ച് സോസേജും ഒക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് സെറ്റാക്കാം. യെസ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം ഓർക്കുമ്പോഴട്ടോ, യൂഷ്വലി ഞങ്ങൾ ഫ്രൈഡേ വീക്കെൻഡ് ആയതുകൊണ്ട് തേഴ്സ്ഡേ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് വേണം ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ നമ്മളൊന്ന് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. സോ ഫ്രൈഡേ രാവിലെ എണീറ്റ് കുളിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അച്ഛൻ നമുക്കിവിടെ ഒരു മിനി ടിക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ശ്രാവൺ അവർ ഓൾറെഡി ഒന്ന് ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഇത്തവണ അവർ നാട്ടിൽ പോയിട്ട് ഐ എം മിസ്സിങ് ദാറ്റ്. നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയും ദോശയും ഇഡ്ഡലിയും ഒക്കെ ആയിട്ട് സൂപ്പറായിരിക്കും. നല്ലൊരു സ്റ്റാർട്ടിങ് ഫ്രൈഡേ. സോ ഇന്നറിയില്ല, നമുക്കിപ്പോൾ പെട്ടെന്ന് ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. കമോ. ഓക്കെ, ഞാനപ്പം കോഫിക്കുള്ള പാലും പിന്നെ പാനും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മുട്ടയും സോസേജും ഒക്കെ സെറ്റാക്കാൻ. ഞാൻ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്തിട്ട് ചിയ സീഡും കൂടെ കുടിച്ചു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. ഓ ഗായ്സ്, ഇന്ന് എന്താണെന്നറിയില്ല, വ്ളോഗ് എടുക്കുന്നുണ്ടായിരിക്കും.
പാല് വേഗം തിളച്ചു വന്നു. സാധാരണ എന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിപ്പിച്ച് ഇങ്ങനെ നിർത്തിയാൽ മാത്രമേ പാലൊന്ന് തിളച്ചു വരത്തുള്ളൂ. ഇന്നെന്തോ പെട്ടെന്ന് തിളച്ചു. അപ്പം ഞാൻ ഓർത്ത് അതങ്ങ് സെറ്റാക്കി സൈഡിലേക്ക് മാറ്റി വയ്ക്കാമെന്ന്. ഞാനിന്നൊരു സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർത്തു ചില്ലി ഓയിൽ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ലൂമിയുടെ ചില്ലി ഓയിലാണ്. അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മുട്ടയൊന്ന് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം നമുക്ക്. കോഫി ആയാലും ചായ ആയാലും എനിക്ക് ഇങ്ങനെ അടിച്ച് നല്ല പതയൊക്കെ ആയിട്ട് കുടിക്കാനായിട്ടോ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെ ആറ്റി പതയൊക്കെ ആക്കി. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആറ്റുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നു. പാലും കോഫിയൊക്കെ കൂടെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് നല്ല ടേസ്റ്റ് വരുമെന്ന്. അതൊക്കെ ഉള്ളതാണോ എന്നറിയില്ല, ബട്ട് എനിക്കെന്തോ ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യാറ്. ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വരുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെക്കും കേട്ടോ. എനിക്കിങ്ങനെ കുന്നുകൂടിയിട്ട് ലാസ്റ്റ് കഴുകുന്നത് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് കിട്ടുന്ന പാത്രം ഞാൻ അപ്പം കഴുകി വെക്കും. അതുകൊണ്ട് ഈസിയാണ് കേട്ടോ കൂടുതലും കുക്ക് ചെയ്യുമ്പം. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് അവക്കാഡോസ് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. സോ എന്തുകൊണ്ട് അതും കൂടെ എടുത്തുകൂടാ? ഞാനിപ്പോൾ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ കുറേ നാളായിട്ട്. സോ അവക്കാഡോസ് അതിലൊരു മെയിൻ പാർട്ടാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ മിക്ക ദിവസവും അവക്കാഡോസ് കാണും. ശ്രാവൺ അത്ര അവക്കാഡോ ഫാൻ അല്ല, എന്നാലും ഞാൻ ഓർത്ത് കുറച്ച് മാഷ് ചെയ്ത് വെച്ചാൽ ബ്രെഡിൻ്റെ കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് അതും കൂടെ എടുക്കാമെന്ന് ഓർത്ത്. ഈ ടൈം കൊണ്ട് നമ്മുടെ എഗ്സ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ പിന്നെ വേറെ പാനൊന്നും എടുത്തില്ല. സെയിം പാനിൽ തന്നെ സോസേജും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് ഓർത്തു. സോസേജ് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. കുറച്ച് ഗാർലിക് പൗഡർ, ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സോൾട്ടും മാത്രം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി. സോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഒരു 15 മിനിറ്റ്സ് എടുത്തു. ശ്രാവൺ കുളിച്ചിറങ്ങിയതേ ഉള്ളൂ. നമുക്കിപ്പോൾ കഴിച്ചാലോ? ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ആവട്ടെ. ഞാനിവിടെ ഓൾ വീറ്റ് ബ്രെഡ് ആട്ടോ എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഇതാ വാങ്ങുന്നത്. അങ്ങനെ ടി വി ഒക്കെ കണ്ട് കഴിക്കാൻ ഓർത്ത് ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ശ്രാവൺ അപ്പത്തേക്ക് വന്നായിരുന്നു. ഞങ്ങളാണ് ഇന്നലെ OTT റിലീസ് വന്ന ചത്തപ്പച്ച കണ്ടു തുടങ്ങിയായിരുന്നു. ബട്ട് ഫിനിഷ് ചെയ്തില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കം വന്നു. ടയേർഡായിരുന്നു, വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട്. സോ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഓർത്തത് വീട്ടിൽ അച്ഛനും അമ്മയും എത്തിക്കാണുമല്ലോ, അപ്പോൾ ക്യാമറയൊക്കെ ഒന്ന് നോക്കാമെന്ന്. അങ്ങനെ ക്യാമറ നോക്കി ഞങ്ങൾ റീപ്ലേ ഒക്കെ ചെയ്ത് അച്ഛനും അമ്മയും വരുന്ന കുറച്ച് സീൻസൊക്കെ കാണുമായിരുന്നു കേട്ടോ കുറച്ച് ടൈം. കണ്ടിന്യൂ വാച്ചിങ് മൂവി. ഇൻ ബിറ്റ്വീൻ നമ്മൾ വീട്ടിലൊന്ന് വിളിക്കാൻ നോക്കാം. എങ്ങനെയാ ശ്രാവണ കാണിക്കുന്നത്? ശ്രാവണ എങ്ങനെ കാണിക്കുന്നുണ്ട്? ഗൈസ്
അങ്ങനെ സിനിമ കഴിഞ്ഞു കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി, കുഴപ്പമൊന്നുമില്ല കേട്ടോ, കണ്ടിരിക്കാം. നമുക്ക് ശ്രാവണോട് ചോദിച്ചാലേ, ശ്രാവൺ എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? എന്താ പ്രശ്നം പറ്റിയത്? സിനിമ കണ്ടിരുന്നോണ്ട് ലഞ്ച് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. നമുക്ക് ഭയങ്കര വലിയ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കാതെ. ബട്ട് സിനിമയിലായി പോയി രണ്ടുപേരും. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് വീക്കെൻഡ് ഒക്കെ അല്ലേ, സോ വി തോട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന്. വീക്കെൻഡ് അല്ലേ ഗൈസ്, കുഴപ്പമില്ല, ചീറ്റ് ഡേയാ. അങ്ങനെ തപ്പി നെക്സ്റ്റ് മൂവിയൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഏകദേശം ഒരു 1:30 ഒക്കെ ആയിരുന്നു. വിശക്കാനൊക്കെ ആക്ച്വലി തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. കുറേ ഒന്നും വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ ഫുഡ് വന്നു. എന്താ തന്നെ Cheers guys. സോ നമ്മൾ ഒരു ബിരിയാണിയും കുറച്ച് ലോലിപോപ്പ് കേട്ടോ, നമുക്ക് ലഞ്ച്. ഇപ്പം ഞാൻ വേറൊരു സിനിമ ഇട്ട് കാണും കേട്ടോ, തലവര. ഇപ്പം സമയം 2 മണി കഴിഞ്ഞു. ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ശ്രാവൺ കുറച്ച് നാളായിട്ട് നമ്മുടെ കമ്പനിയിലെ ആൾക്കാരൊക്കെ ആയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് കമ്പനിക്ക് തന്നെ ഓൺ ക്രിക്കറ്റ് ടീമുണ്ട്. സോ ഇപ്പം കളിക്കാൻ പോകേണ്ട ടൈമായി. സോ ഹീസ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം തന്നെ ആയിരിക്കും. കുഴപ്പമില്ല, ഇച്ചിരി മീ ടൈമൊക്കെ നല്ലതല്ലേ അല്ലേ ഇടയ്ക്കൊക്കെ. സോ നമുക്ക് സിനിമയെ കണ്ട് ചില്ലിയിരിക്കും. You will be back. അതറിയാം. ബെസ്റ്റ് വിജയിച്ചു വരൂ. ബൈ. അങ്ങനെ തലവരെയും കഴിഞ്ഞു. ഞാൻ ഓർക്കുക നമ്മുടെ വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാം. നാളെ തൊട്ട് ഇനിയും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാത്തിനൊക്കെ സമയം കണ്ടുപിടിക്കാൻ പാടാം. സോ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള സമയത്താണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം ഒരു റഷ് അല്ലേ. സോ വീടൊന്ന് നമുക്ക് വൃത്തിയാക്കി ഇടാം. ഇതിപ്പോൾ ക്ലീനിങ് ആയിക്കോട്ടെ, വാഷിംഗ് ആയിക്കോട്ടെ, ബാത്തിങ് ആയിക്കോട്ടെ, തുണി വിരിക്കലായിക്കോട്ടെ, റൂം അറേഞ്ച്മെൻ്റ് ആയിക്കോട്ടെ, എന്തായാലും ഒരു പാട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു വൈബ് കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ ഒരു നല്ല മൂഡാണ്. ആ ചെയ്യുന്നതിൻ്റെ മടുപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല, നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് UK ചെന്ന ടൈമിലാണ്. ആ ടൈമിൽ വീട്ടിലൊന്നും എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറയാനൊന്നും ആരും കാണത്തില്ല. അപ്പോൾ ഫുൾ സൈലൻസ് ആയിരിക്കും. ആ ടൈമിലൊക്കെ ഒരു പാട്ടൊക്കെ ഇട്ട് ക്ലീനിങ്ങും അതുമൊക്കെ ചെയ്ത് ശീലിച്ചുകൊണ്ട് ഇവിടെ വന്നാലും ഞാനിപ്പം അങ്ങനെ ഓരോന്നും ചെയ്യുന്നത്. പക്ഷെ നേരത്തെ നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ആൾക്കാരൊക്കെ കാണും വർത്തമാനം പറയാനും അതും ഇതുമൊക്കെ. അമ്മയായിരിക്കും മിക്കവാറും എല്ലാം ചെയ്യുന്നത്. പക്ഷെ UK ചെല്ലുമ്പോൾ അങ്ങനെ അല്ലല്ലോ. സോ അങ്ങനെ ശീലിച്ച കുറേ ശീലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പക്ഷെ എനിക്കത് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം എനിക്കൊരു മടുപ്പും ഇല്ല. ആ പാട്ടിന് തന്നെ ഫ്ലോയിൽ ആ ജോലി അങ്ങ് തീർന്നോളും. അതുപോലെ തന്നെ മെയിനായി എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം. എനിക്കിനി സ്ലോ മോഷനായിട്ട് പയ്യെ ചെയ്യുന്നത് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവരെ കാണുമ്പോഴും ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്, എന്തിനാണ് ഇത് ചെയ്യുമ്പോൾ ഇത്രയും ടൈം എടുക്കുന്നതെന്ന്. കാരണം എനിക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ എൻ്റെ പണിയെല്ലാം ഫട്ടാഫട്ട് അങ്ങനെ തീരുകയും ചെയ്യും. അങ്ങനെ ഒരു ക്ലീനിങ് ഡേ ആയിരുന്നു ഇത്. എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തത്. അങ്ങനെ മെയിൻ പാർട്ടായിട്ടുള്ള ക്ലീനിങ് ഒക്കെ വേഗം തന്നെ ചെയ്തു. ഇന്നലെ ഞാൻ കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനോർത്ത് അതും കൂടെ എടുക്കാമെന്ന്. കാരണം വെയിലൊക്കെ ഓൾറെഡി പോയി. സോ ഇനി അവിടെ കിടന്ന കാറ്റൊക്കെ അടിച്ച് ഒന്നുകൂടെ തണുത്തു പോയല്ലോ എന്ന് ഓർത്തു. അതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇവിടുത്തെ വെതർ പിന്നെ എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആട്ടോ. ഇന്നലെ ആണെങ്കിൽ പൊടിക്കാറ്റുണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഡ്രസ്സിലൊക്കെ അത്യാവശ്യം നല്ല പൊടികളുണ്ടായിരുന്നതുകൊണ്ട് നന്നായിട്ട് കുടഞ്ഞു വേണമായിരുന്നു എടുക്കാൻ.
തുണി എടുക്കുമ്പോഴേ മടക്കി വെക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇൻ കേസ് ഞാൻ എപ്പോഴേലും പുറത്താണെങ്കിലും ഓഫീസിലാണെങ്കിലും അമ്മ എൻ്റെ തുണി എടുത്ത് ഞങ്ങളുടെ ബെഡിൽ വെക്കും. അപ്പം ഞാൻ വരുമ്പോഴേ അത് മടക്കി വെക്കാനാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ ഇത് തന്നെ കിടന്നുകൊണ്ടിരിക്കുക, അത് അവിടെ കിടക്കുവാണല്ലോ, അത് അടുക്കി വെച്ചില്ലല്ലോ, അങ്ങനെ ഒരു ഇത് വേണ്ടല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കാമെന്ന് ഓർത്തു. നമ്മുടെ ബാക്കി ഇരുന്ന പ്രോട്ടീൻ മിൽക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ കുടിച്ച് കുറച്ച് നേരം കൂടെ പാട്ടൊക്കെ കണ്ട് അവിടെ ചില്ല് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർക്കുന്നത്, നാളത്തേക്ക് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ലല്ലോ, നാളെ വർക്കിംഗ് ഡേ അല്ലേ എന്ന്. ബൈ ദ വേ ഹാഫ് ഡേ ആണ്, എന്നാലും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വേണ്ടേ. ഞാൻ ഓർത്ത് എന്തായാലും ഒരു ബേസിക് മസാല നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഈവനിങ് എന്തായാലും ചിക്കൻ വാങ്ങുന്നുണ്ട്, സോ ചിക്കൻ ഫ്രൈ ചെയ്ത് ആഡ് ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഉള്ളി അരിയാനും കുക്ക് ചെയ്യാനും ഓയിലിൻ്റെ മണമൊക്കെ ദേഹത്ത് കയറി പിടിക്കുമെന്നുള്ള ഇതുകൊണ്ടൊന്നും ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യാറില്ല. എല്ലാം കുളിക്കുന്നതിന് മുന്നേ ചെയ്യും. ഞാൻ ഉള്ളിയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടപ്പെട്ട് എല്ലാം ചെയ്ത് കേട്ടോ പെട്ടെന്ന് തന്നെ. അങ്ങനെ ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ മസാല റെഡിയായി. അത് ഞാൻ പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ഫ്രഷ് ആവാനായിട്ട് പോയി. ഓ ഗായ്സ്, സമയം 4:45. സങ്കടം വരുന്നു, വീക്കെൻഡ് അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു. സമയം പോയതറിഞ്ഞില്ലെന്നേ, പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഇറ്റ്സ് ടൈം ഫോർ നെക്സ്റ്റ് ബാത്ത്. വിളക്ക് കത്തിക്കാൻ ടൈം ആവുന്നു. സോ ഒന്നുകൂടെ കുളിക്കാന്നൊക്കെ ഓർത്തു. നോൺ വെജ് ഒക്കെ കഴിച്ചല്ലേ, സോ ഇനി വിളക്ക് കത്തിക്കാല്ലേ. ഓക്കെ, അപ്പം ഇത് ഞാൻ കുളിച്ച് ഒന്ന് റെഡിയായി ചെറുതായിട്ട്. എന്തായാലും കുളിച്ചു. അപ്പം ഈ കുർത്തി ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലാത്തൊരു കുർത്തി കേട്ടോ. അച്ഛൻ എനിക്ക് നേരത്തെ വാങ്ങിച്ചു തന്നെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടി. അപ്പം ഞാൻ സൂക്ഷിച്ച് വെച്ചപ്പോൾ എന്ത് കണ്ടപ്പോൾ എനിക്ക് ഇടാൻ തോന്നി. അങ്ങനെ ഞാൻ എടുത്തിട്ടു. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് ഒരുങ്ങിയേക്കാം. എനിക്ക് ഇങ്ങനെ കുളിച്ചു ഒരുങ്ങി കുളിയൊക്കെ തൊട്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഇനി വിളക്കത്തിക്കാം. അയ്യോ, സമയം പോയി വിളക്കത്തിക്കാം. എപ്പോഴും സന്ധ്യ ആവുമ്പോൾ അമ്മയാണ് വിളക്ക് കത്തിക്കാറ്. കാരണം നമ്മൾ വർക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ വരുമ്പോഴത്തേനും ഒരു 6:30 ഒക്കെ കഴിയും. സോ എപ്പോഴും അമ്മയാണ് ചെയ്യുന്നത്. അമ്മ പോയതുകൊണ്ട് മാത്രം, ഞാൻ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് കൂടെ മാത്രമാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. എനിക്ക് ആക്ച്വലി സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാനും കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇപ്പം കുറേ നാളായിട്ട് ഇഷ്ടം കേട്ടോ. കുഞ്ഞിലൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞിരുത്തി എന്നെ അനിയത്തിയും കൂടെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ച് നാമമൊക്കെ ജപിക്കാനൊക്കെ പറഞ്ഞ് ഇരുത്തി ചൊല്ലിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. ഞങ്ങൾ കസിൻസൊക്കെ ആയാലും വീട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടെ നിരന്നിരുന്നങ്ങ് നാമമൊക്കെ ജപിക്കുമായിരുന്നു. ആ ടൈമിലാണെങ്കിൽ എനിക്കും അനിയത്തിക്കും കുറേ സന്ധ്യാനാമങ്ങൾ അറിയായിരുന്നു. അമ്മമ്മയായാലും അച്ഛമ്മയായാലും കുറേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഇരുന്നങ്ങ് ചൊല്ലുമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു ചായ ഇട്ട് കുടിക്കണമെന്നുണ്ട്. ശ്രാവണാണ് അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും വന്നു. സോ സാവിയും കൂടെ വന്നിട്ട് ചായ ഇട്ടാൽ മതിയോ എന്നൊരു കൺഫ്യൂഷൻ നിൽക്കുമോ? അങ്ങനെ ചെയ്യാമല്ലേ? അല്ല 2 മണി 2 വന്നാലോ?
എന്തായാലും ഇനി കുറച്ച് ഫ്രീ ടൈം ഉണ്ട്, അപ്പം ഞാൻ ഓർത്ത് വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കാം, കുറച്ച് വോയിസ് നോട്ട്സ് ഒക്കെ അയക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ കുറച്ച് പരിപാടികളായിപ്പോയി. അച്ചോ പാവ സാവി കോഫിയൊക്കെ വാങ്ങിക്കൊണ്ടാട്ടോ വന്നത്. ഉയ്യോ ഭാഗ്യം ചായ കുടിക്കാനായിട്ട്, രണ്ടും കൂടെ കുടിക്കാനൊന്നും പറ്റത്തില്ല പാവം. കോഫി ഇട്ടോ ഞാനങ്ങനെ കോഫിയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്ക് തന്നെ ശ്രാവൺ വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. പിന്നെ അന്നത്തെ കളിയുടെ വിശേഷങ്ങളും ഞാൻ പിന്നെ കണ്ട സിനിമയുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഫുൾ സിനിമ എങ്ങാനും പറഞ്ഞു കൊടുത്ത് തന്നെ കൊല്ലും, കാരണം അങ്ങനൊന്നും ഇഷ്ടമല്ല. സോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ. നമ്മളിപ്പോൾ ശ്രാവണിൻ്റെ ഫ്രണ്ട്സ് അല്ല, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വരുന്നുണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദം. അതവരെ ഡിലീറ്റ് ചെയ്തോളാം, കോപ്പിറൈറ്റ് ഉണ്ട്. അവരെല്ലാവരും പിന്നെ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും എത്തി. സോ വീക്കെൻഡ് മൂഡ് ഓൺ. ഫുഡായി, ഗെയിംസായി, കോമഡിയായി, കൗണ്ടറായി, മിക്കുവിൻ്റെ വക കളിയായി, ചിരിയായി, അടിപൊളിയായിരുന്നു നൈറ്റ്. അങ്ങനെ ഞങ്ങളുടെ വീക്കെൻഡ് ഓൾമോസ്റ്റ് കഴിയാറായി. അതിൻ്റെ സങ്കടമുണ്ട്, ബട്ട് കുഴപ്പമില്ല, നെക്സ്റ്റ് വീക്കെൻഡ് ഉടനെ തന്നെ വരുമല്ലോ. ഞങ്ങൾ പിന്നെ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് അവർ വേഗം തന്നെ ഇറങ്ങി, കാരണം നെക്സ്റ്റ് ഡേ കുറച്ച് പേർക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയുള്ളായിരുന്നു, ബട്ട് എല്ലാവർക്കും ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. വേണോ? സോ ഗൈസ്, ഇന്ന് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വിശേഷം. ഇനി ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങണം, നാളെ രാവിലെ ഓഫീസുണ്ട്. സോ നെക്സ്റ്റ് വ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്. സോ